നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഒരു ബാങ്ക് ഓഫീസറായി മാറുന്നത് നിങ്ങളുടെ ഒരു കരിയർ സ്വപ്നമാണ് എങ്കിൽ ഒട്ടനവധി ബാങ്കിങ് ജോലികൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവും. അത്തരത്തിൽ ഉള്ള ജോലികളിൽ ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഗ്രോത്തുള്ള, ഏറ്റവും റെപ്യൂട്ടേഷനുള്ള ഒരു പൊതുമേഖലാ ബാങ്കുകളിലൊന്ന് ആണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസർമാരായി മാറുന്നതിനുള്ള അവസരം ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇതിനകത്ത് ഈ അവസരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ജൂനിയർ ലെവൽ പൊസിഷനിൽ മാത്രമല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ലെവലിലേക്കും ഉയരാൻ പറ്റുന്ന ഒരു അവസരം ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ നോട്ടിഫിക്കേഷൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ജൂനിയർ ലെവലിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും, ഒരു ബാങ്ക് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഒരു സീനിയർ ലെവലിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ആ അവസരങ്ങളാണ് നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നതാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ ഒന്നാണ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ബാങ്ക്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ നോട്ടിഫിക്കേഷനിലൂടെ വിളിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഓഫീസേഴ്സിനെയാണ്. അതായത് ടെക്നിക്കൽ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ സ്പെഷ്യൽ നോട്ടിഫിക്കേഷനിലൂടെ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഫീസർ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. 253 സ്പെഷ്യൽ ഓഫീസർ റിക്രൂട്ട്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ നമ്പേഴ്സ് ഉണ്ട്. 253 ഇസ് എ ബിഗ് നമ്പർ. അപ്പോൾ ആ ഒരു അത്രയും അധികം നമ്പേഴ്സ്, അതും ടെക്നിക്കൽ മേഖലയിലുള്ളവർക്ക്, നിങ്ങൾ ഒരു ബിടെക് അല്ലെങ്കിൽ BE മേഖലയിൽ നിന്ന് വരുന്നവരാണ്, എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് വരുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കുള്ള മികച്ച അവസരമാണിത്. സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ അവരാവശ്യപ്പെടുന്നത് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അഥവാ ബാച്ചിലർ ഓഫ് ടെക്നോളജി, അതുമല്ല എങ്കിൽ MCA, അതുമല്ല എങ്കിൽ എനി ഡിഗ്രി ഓർ PG. ഈ കാറ്റഗറികളെയാണ് ഇതിൽ ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ടെക്നിക്കൽ ഗ്രാജുവേറ്റ് ആണ് എങ്കിൽ ഒരു മികച്ച അവസരം കൂടെ നിങ്ങൾക്കിതിലൂടെ ലഭിക്കുവാൻ സാധിക്കും. ഇനിയും അടുത്ത കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറയാം. ഇതിനകത്ത് 4 സ്കെയിലുകളിലായിട്ടാണ് ഇവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ബാങ്കിങ് മേഖലയെക്കുറിച്ച് ധാരണയുള്ളവർക്കറിയാം, ബാങ്ക് ഓഫീസർമാരെ 4 ലെവലുകളിലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 ആൻഡ് സ്കെയിൽ 4. സ്കെയിൽ 4 എന്ന് പറയുന്നത് ഒരു ചീഫ് മാനേജർ പൊസിഷനാണ്. സ്കെയിൽ 1 എന്ന് പറയുന്നത് ഒരു അസിസ്റ്റൻറ്റ് മാനേജർ പൊസിഷനാണ്. അപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ, സീനിയർ മാനേജർ, ആ ഒരു ലെവലിലാണ് നമ്മൾ കാര്യങ്ങൾ വരിക. അപ്പോൾ അതിനെ സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3, സ്കെയിൽ 4 എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവർ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് സ്കെയിൽ 1 മുതൽ സ്കെയിൽ 4 വരെയുള്ള ഓഫീസേഴ്സിനെയാണ് ഇവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. വർക്ക് ലൊക്കേഷൻ മുംബൈയിലുണ്ട്, നവി മുംബൈയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്. അതുകൂടാതെ ഇന്ത്യയിൽ മറ്റു പല സ്ഥലങ്ങളിലുള്ള സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചസിലേക്കും ഇവരെ അലോട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്കെയിൽ 1 ഉള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിനുള്ള അവരുടെ അനുഭവ പരിചയം, സ്കെയിൽ 1 എന്ന് പറയുമ്പം അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിലെ അനുഭവ പരിചയം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് 23 മുതൽ 27 വരെ വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ബേസിക് ലെവൽ സ്കെയിൽ 1 ഓഫീസർ എന്ന് പറയും, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന തസ്തികയാണ്. രണ്ടാമതൊരു ഓപ്ഷൻ സ്കെയിൽ 2 ഓഫീസർ എന്ന് പറയും, അതായത് മാനേജർ പൊസിഷൻ. അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ മുകളിൽ വരുന്നതാണ് മാനേജർ പൊസിഷൻ. അപ്പോൾ ഈ മാനേജർ പൊസിഷനിൽ 4 വർഷം മിനിമം എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. ഏജ് 27-നും 33-നും ഇടയ്ക്കുള്ളവരായിരിക്കണം എന്നവർ വ്യക്തമായി പറയുന്നുണ്ട്. മൂന്നാമത്തെ പൊസിഷൻ സ്കെയിൽ 3 മാനേജർ. സ്കെയിൽ 3 മാനേജർ എന്ന് പറയുമ്പോൾ സീനിയർ മാനേജർ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ സീനിയർ മാനേജർ 3rd പൊസിഷനാണ്, സ്കെയിൽ 3 ആണ്. അത് 6 വർഷം എക്സ്പീരിയൻസ് അല്ല, അഥവാ അവർക്ക് 30 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ളവരെ അവർ പെർമിറ്റ് ചെയ്യും. അവരെയാണ് സ്കെയിൽ 3 മാനേജേഴ്സായിട്ട് കൺസിഡർ ചെയ്യുക. നാലാമത്തെ പൊസിഷൻ സ്കെയിൽ 4 മാനേജർ, അതായത് ചീഫ് മാനേജർ പൊസിഷനിലേക്കാണ്. അത് 8 വർഷം എക്സ്പീരിയൻസ് മിനിമം ഉള്ളവരെയാണ് ചീഫ് മാനേജർ പൊസിഷനിലേക്ക് അഥവാ സ്കെയിൽ 4 മാനേജർ പൊസിഷനിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഏജ് 34 മുതൽ 40 വരെ ആകാം എന്നുള്ളത് അവർ വ്യക്തമായി നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഇനി സെലക്ഷൻ നടത്തുന്നത് ഒരു ഓൺലൈൻ എക്സാം അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതും ഇൻ്റർവ്യൂവും കൂടെ കൺസിഡർ ചെയ്ത് ഇൻ്റർവ്യൂവിലെയും ഈ ഓൺലൈൻ എക്സാമിലെയും മാർക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവർ കൺസിഡർ ചെയ്യുക. ഡിസംബർ 14-ാം തീയതിയായിരിക്കും ഈ എക്സാം അവർ ഷെഡ്യൂൾ ചെയ്യുക. കൊച്ചിയിലും തിരുവനന്തപുരത്തും വെച്ച് കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൊച്ചിയിലോ തിരുവനന്തപുരത്തോ പോയി അറ്റൻഡ് ചെയ്യാം. 14-ാം തീയതി ഡിസംബർ 14-ന് നടക്കുന്ന എക്സാം.
ഇനി ഇതിൻ്റെ സാലറി സ്ട്രക്ചർ പറഞ്ഞാൽ ഏതാണ്ട് 11 ലക്ഷം ആണ് നമ്മളുടെ സ്കെയിൽ 1 തസ്തികയുടെ ആനുവൽ സാലറി പറയുന്നത്. സ്കെയിൽ 2 തസ്തികയിൽ ഏതാണ്ട് 23.5 ലാക്സോളം വരുന്നുണ്ട് ഏകദേശം. സ്കെയിൽ 3ക്ക് വരുന്നത് 29.1 ലാക്സ് പെർ ആനം വരുന്നുണ്ട്. സ്കെയിൽ 4ന് എ വൂപ്പിംഗ് 35.2 ലാക്സ് 35.2 ലക്ഷം ആനുവൽ സാലറി വരുന്നുണ്ട്. അപ്പോൾ നല്ല സാലറി പാക്കേജ് ഓഫർ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്, ഓൺലൈനായി വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അതിനോടൊപ്പം ബാങ്കിങ് സാധാരണ സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ സിഗ്നേച്ചർ ഒന്ന് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. തമ്പ് ഇംപ്രഷൻ അതോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൈകൊണ്ട് എഴുതിയ ഒരു സെൽഫ് ഡിക്ലറേഷൻ, ടൈപ്പ് റിട്ടേൺ ഒന്നും പറ്റില്ല, കൈകൊണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു ഡിക്ലറേഷൻ, അത് അവരുടെ ഫോർമാറ്റിൽ, അവർ വെബ്സൈറ്റിൽ പറയുന്ന ഫോർമാറ്റിലുള്ള ഒരു ഡിക്ലറേഷനും കൂടെ എഴുതി ഇതെല്ലാം ഉൾപ്പെടെ വേണം അപ്ലോഡ് ചെയ്തുകൊണ്ട് വേണം നമ്മളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ December 3 ആണ്. അപ്പം December 3 ഇത് അപ്ലൈ ചെയ്യാനായിട്ടും കൂടെ നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടാകട്ടെ. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും മിനിമം 2 വീഡിയോസ് എങ്കിലും ചെയ്യാറുണ്ട്. നിങ്ങളുടെ കരിയർ മേഖലയുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ടെക്നിക്കൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട്, എഡ്യൂക്കേഷണൽ വീഡിയോസുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് നേരിട്ടെത്തുന്നതാണ്. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.